അപ്പോൾ മച്ചുമാർ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൻഷാദ് ഓൺ ദിസ് സൈഡ്. അപ്പോൾ നമ്മൾ കുതിരനെ വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ്. അതിന് മുമ്പ് ഒരു കാര്യം, ഇന്നലത്തെ മഴ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു. അപ്പോൾ ഇനി കുതിരനെ വളർത്തുന്നവർക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കുതിര വളർത്താൻ ആഗ്രഹിക്കുന്നവരും കുതിര മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കുതിരയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കുതിരയുടെ ആ കാണുന്ന കാല്. അതില്ലെങ്കിൽ കുതിര ഇല്ലാട്ടോ. അപ്പോൾ ഈ നമ്മുടെ പശുവിനും കുതിരനെ നമുക്ക് പാടത്ത് വെള്ളത്തിൽ കുതിരനെ കെട്ടാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഓൾറെഡി കുതിര കിടന്ന പറമ്പിലൊക്കെ ഇന്നലെ നല്ല രീതിയിൽ മഴ കാരണം വെള്ളം കിട്ടും. നമ്മൾ ആദ്യം കിടന്ന ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമാണ്. അപ്പോൾ നമ്മളതിനെ കെട്ടുന്നില്ല. ഞാൻ പറയാനുള്ള കാരണം, ഇതിൻ്റെ കുളമ്പ് വെള്ളമായിട്ട് ചേരില്ല. കാരണം കുളമ്പ് വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നനവുള്ള സ്ഥലത്ത് ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ കുളമ്പ് പതിയെ കുതിരാൻ തുടങ്ങും. അതിൻ്റെ ചീച്ചിൽ വരും, പിന്നെ പുഴു വരും. അവസാനം കുളമ്പ് ഊരി പോകുന്ന സ്റ്റേജിൽ വരെ നമ്മുടെ ഒട്ടുമിക്ക കുതിരകൾക്ക് ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിലായിരുന്നു, നമുക്കറിയാൻ പാടാത്ത സമയമായിരുന്നു. അപ്പോൾ അത് ഇനി ഒരാൾക്ക് ഉണ്ടാവരുത്, തുടക്കക്കാർക്ക് ഉണ്ടാവരുത് എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പശു പോത്തുമായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ വെള്ളത്തിൽ കെട്ടാൻ പറ്റില്ല. ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ കെട്ടാൻ. ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് പറമ്പില്ലെങ്കിൽ നിങ്ങൾ സ്റ്റേബിളിൽ മാത്രമായിട്ട് തന്നെ നിർത്താം. അതിനുവേണ്ടി പുല്ല് കാര്യങ്ങളൊക്കെ വെട്ടി കൂടിൻ്റെ സൈഡിൽ തന്നെ വെച്ച് സ്റ്റേബിളിൽ തന്നെ നിർത്താം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, മറന്നു. കാരണം കാലില്ലെങ്കിൽ കുതിരയില്ലാട്ടോ, ലുക്ക് മാത്രമായിട്ട് കാര്യമല്ല, കുതിരയ്ക്ക് കാലാണ് ഇമ്പോർട്ടൻറ്റ്.